ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് സാമ്പാർ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. കുറേ കഷ്ണങ്ങളില്ലാത്ത കുറച്ച് കഷ്ണങ്ങൾ വെച്ചിട്ട് അടിപൊളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ കയ്യിൽ കാണിച്ചില്ലേ, അതുകൊണ്ട് 2 കയ്യിൽ പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു വലിയ സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിനൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ നമുക്കിതിലേക്ക് കായം ഇട്ട് കൊടുക്കാം കേട്ടോ. കായത്തിൻ്റെ പൊടിയല്ല, കായം, മൊത്തത്തിലുള്ള കായം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പിന്നെ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 4 വെളുത്തുള്ളിയും പിന്നെ 2 ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കടുകുവറവ്, ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകുവറവ് തന്നെ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ ചുവന്ന മുളകും എടുക്കണം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചുവന്ന മുളകൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കൂടിയിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. നമുക്ക് ചൂടാക്കിയിട്ടെടുക്കാം കേട്ടോ. ഇതിന് സൈഡിലേക്ക് ആക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നാളികേരം, അത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവാൻ ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ തക്കാളിയും പരിപ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഇതിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെണ്ടക്കായും മുരിങ്ങക്കായും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് പുളി നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെണ്ടക്കായും പിന്നെ മുരിങ്ങക്കായും കുറച്ച് വെന്ത ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ടേസ്റ്റിനൊക്കെ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട്
അരച്ചുകൊണ്ടുവന്ന പേസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഗ്രേവി തിക്കായിട്ടുണ്ട്, അവിടെ തിളയ്ക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി തിക്കാവട്ടെ, അത് കാരണം കൊണ്ടാണ്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. ടേസ്റ്റ് നോക്കാം, എരിവോ അല്ലെങ്കിൽ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ട വെണ്ടക്കായും മുരിങ്ങയും നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല പാകമായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കാം. നമുക്കിതിലേക്ക് കാച്ചി വയ്ക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുകിട്ട് കൊടുക്കുക. കടുകും ഉലുവയും കറിവേപ്പിലയും ചുവന്ന മുളകും കൂടിയിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കാച്ചി വയ്ക്കാം കേട്ടോ. സിമ്പിൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ കുറേ കഷ്ണങ്ങളില്ലെങ്കിൽ കുറച്ചും കഷ്ണങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത്രയുള്ള കേട്ടോ, നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.